DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്ത് കഴിഞ്ഞ 20 വർഷമായി നിലവിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കി കേന്ദ്ര സർക്കാർ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG-RAMJI പദ്ധതി ജൂലൈ 1 മുതൽ പ്രാവർത്തികമാവുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പഴയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള ഈ തൊഴിൽദാന പദ്ധതി ജൂലൈ മാസം 1-ാം തീയതി മുതൽ കേരളത്തിലും പ്രാബല്യത്തിൽ വരികയാണ്. ഇതിനു വേണ്ടിയുള്ള തുകയും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ പുതിയ പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. പഴയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്നവരും പുതിയ പദ്ധതിയിൽ ചേരുവാൻ ആഗ്രഹമുള്ളവരും വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG-RAMJI എന്ന പേരിലാണ് പുതിയ സ്കീം അവതരിപ്പിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഉറപ്പായ തൊഴിലും സ്ഥിര വരുമാനവും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിക്കായുള്ള പ്രത്യേക ബില്ല് പാർലമെന്റ് ഇതിനോടകം പാസാക്കി കഴിഞ്ഞു. പഴയ തൊഴിലുറപ്പ് പദ്ധതിയുടെ 100% ചിലവുകളും കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമപ്രകാരം സാമ്പത്തിക ബാധ്യത കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ പങ്കിട്ടെടുക്കും. 60:40 എന്ന അനുപാതത്തിലാണ് ഫണ്ട് കണ്ടെത്തുക. അതായത് പദ്ധതി ചിലവിൻ്റെ 60% കേന്ദ്ര സർക്കാരും ബാക്കി വരുന്ന 40% തുക അതാത് സംസ്ഥാന സർക്കാരുകളുമാണ് നൽകേണ്ടത്. പുതിയ പദ്ധതിയിലൂടെ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങളും ഉയർന്ന വേതനവും ഉറപ്പു നൽകുന്നുണ്ട്. ഇപ്പോഴിതാ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം മോദി സർക്കാർ കൊണ്ടുവന്ന VBG-RAMJI അതായത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതി നടപ്പാക്കുവാൻ കേന്ദ്രം കേരളത്തിന് 3136 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. പുതിയ പദ്ധതി അനുസരിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഹിമാലയൻ സംസ്ഥാനങ്ങൾ, ചില കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒഴികെയുള്ള ഇടങ്ങളിൽ ചിലവ് 60:40 എന്ന അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനവും വഹിക്കണം. ഇത് പ്രകാരം കേരള സംസ്ഥാന വിഹിതമായി ഏകദേശം 2900 കോടി രൂപ കണ്ടെത്തേണ്ടി വരും. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിഹിതം കൂട്ടിയാൽ ആകെ നീക്കിയിരിപ്പ് 5227 കോടി രൂപയാകും. ജൂലൈ 1-ന് പുതിയ പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതോടെ UPA സർക്കാർ 2 പതിറ്റാണ്ട് മുൻപ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് നിയമം ഓർമ്മയാകും. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതന ചിലവ് മുഴുവനായും കേന്ദ്രം വഹിക്കുകയാണ് ചെയ്തിരുന്നത്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര ബജറ്റിൽ പുതിയ പദ്ധതിക്കായി പ്രഖ്യാപിച്ചതനുസരിച്ച് 95,692.31 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ശേഷിക്കുന്ന പ്രവർത്തികൾ തീർക്കാൻ 30,000 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പുതിയ പദ്ധതിക്ക് 26 സംസ്ഥാനങ്ങൾ ബജറ്റിൽ തുക നീക്കിവെച്ചു. ജൂൺ 19-ന് അവതരിപ്പിക്കുന്ന കേരള ബജറ്റിലും ഈ പദ്ധതിക്കായി തുക നീക്കിവെക്കും. പുതിയ പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതം സംസ്ഥാനങ്ങൾക്കിടയിൽ പങ്കിടാൻ ദാരിദ്ര്യ സൂചികയിലെ അന്തരം, 2011-ലെ ജനസംഖ്യ അടക്കം 6 മാനദണ്ഡങ്ങൾ ഉണ്ടാകും. ഇത് സംബന്ധിച്ച കരട് ചട്ടം കേന്ദ്രം പൊതുജനാഭിപ്രായം തേടാനായി പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് അന്തിമമാക്കാൻ സമയമെടുക്കുമെന്നതിനാലാണ് ഇടക്കാല വിഹിതമെന്ന നിലയിൽ തുക അനുവദിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനങ്ങൾ കഴിവതും വേഗം വിജ്ഞാപനം പുറത്തിറക്കണമെന്ന് സംസ്ഥാന ഗ്രാമവികസന മന്ത്രിമാരുടെ ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അഭ്യർത്ഥിച്ചിരുന്നു. പ്രതിവർഷം നൽകിയിരുന്ന 100 തൊഴിൽ ദിനങ്ങൾ എന്നത് പുതിയ സ്കീമിലൂടെ 125 ദിവസങ്ങളായി ഉയർത്തിയിട്ടുണ്ട്. തൊഴിലാളികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി പ്രത്യേക അപകട ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും ഇതിലൂടെ ലഭ്യമാക്കും. കാർഷിക വിളവെടുപ്പ് സമയങ്ങളിൽ നാട്ടിലെ ആവശ്യത്തിന് തൊഴിലാളികളെ ലഭ്യമാക്കുന്നതിനായി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ 60 ദിവസത്തോളം നിർത്തിവെക്കാൻ ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. കേന്ദ്ര നിയമം ജൂലൈ 1-ന് ആരംഭിക്കുമെങ്കിലും കേരളത്തിൽ ഇത് പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത തീരുമാനങ്ങളും പ്രാരംഭ വിലയിരുത്തലുകളും ആവശ്യമാണ്. എങ്കിലും ജൂലൈ മാസത്തിൽ തന്നെ കേരളത്തിലും ഈ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർ പുതിയ പദ്ധതിയിലേക്ക് മാറാൻ പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല. ഇവരെ സ്വയം പുതിയ സ്കീമിലേക്ക് മാറ്റുന്നതാണ്. നിലവിലുള്ള ജോബ് കാർഡ് ഉപയോഗിച്ച് തന്നെ തുടർന്നും ജോലി ചെയ്യാം. പിന്നീട് പടിപടിയായി ഇവ മാറ്റി റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ് വിതരണം ചെയ്യും. ശമ്പള വിതരണത്തിനായി കൂടുതൽ സുതാര്യമായ സാങ്കേതിക സംവിധാനങ്ങളും കൊണ്ടുവരും. പുതുതായി ഈ രംഗത്തേക്ക് വരാൻ താൽപ്പര്യമുള്ള തൊഴിലന്വേഷകർക്ക് തങ്ങളുടെ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്ത് വഴി അപേക്ഷിക്കാവുന്നതാണ്. പുതിയ സ്കീമിൽ അംഗമാകുന്നതിനായി അപേക്ഷയോടൊപ്പം റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഐഡന്റിറ്റി കാർഡ് എന്നിവ സമർപ്പിക്കണം. ഒപ്പം സുതാര്യത ഉറപ്പാക്കുന്നതിനായി അപേക്ഷകരുടെ EKYC പ്രക്രിയ പൂർത്തിയാക്കേണ്ടതും അനിവാര്യമാണ്. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര നിയമം ജൂലൈ 1-ന് ഔദ്യോഗികമായി ആരംഭിക്കുമെങ്കിലും കേരളത്തിൽ ഇത് പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത തീരുമാനങ്ങളും പ്രാരംഭ വിലയിരുത്തലുകളും ആവശ്യമാണ്. കേരളത്തിലെ ഉയർന്ന കൂലി നിരക്കും പ്രത്യേക ഭൂപ്രകൃതിയും കണക്കിലെടുത്ത് പദ്ധതി എപ്രകാരം നടപ്പിലാക്കണമെന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചകൾ നടക്കുകയാണ്. കേന്ദ്ര ഫണ്ട് കൃത്യമായി ലഭ്യമാകുന്നതോടെ കേരളത്തിലും ഇത് പൂർണ്ണ സജ്ജമാകും. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഔദ്യോഗിക അറിയിപ്പുകളും ചാനലിലൂടെ കൃത്യമായി അറിയിക്കുന്നതാണ്. എല്ലാവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.